ഞാനിന്ന് ഈ തുള്ളിച്ചാടി എങ്ങോട്ടാ പോണേന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഇന്നാണ് നമ്മുടെ ലെനിൻചേട്ടന്റെ മോളുടെ കല്യാണം കേട്ടോ. ഇത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിലെ ലെനിന്റെ മോളുടെ കല്യാണം അല്ലട്ടാ, നമ്മുടെ കളരിയിലുള്ള ലെനിൻചേട്ടന്റെ മോളുടെ കല്യാണമാണ്. പെട്ടെന്നായിരുന്നു കല്യാണം. അപ്പൊ ലെനിൻചേട്ടന്റെ മോളുടെ പേര് നന്ദന എന്നാണ്, വരന്റെ പേര് സതീഷ് എന്നാണ്. കെട്ടൊക്കെ നടന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമ്മള് വൈകുന്നേരം പാർട്ടിക്കാണ് പോയത്. പിന്നെ എവിടെ പോയാലും നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒക്കത്തിന് ക്യാമറ ഷൈ ആണെന്നേ. പിള്ളേരോട് ഒരു ഹായ് പറയാൻ പറഞ്ഞ ബായ് പറയും, ബൈ പറയാൻ പറഞ്ഞ ഹായ് പറയും. ഇങ്ങനെ ഉണ്ടോ പിള്ളേര്? ന്യൂജൻ ആണ് ഒരു ന്യൂജൻ. ഞാനൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ വൈബായിരിക്കും. അതൊക്കെ എന്തായാലും ആവട്ടെ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കല്യാണത്തിന്റെ ചിന്തയൊക്കെ എനിക്കിപ്പോ കൂടിയിരിക്കണു. എന്താ ചെയ്യാ, പ്രായമായില്ലേ. ചിക്കൻ കഴിച്ചാൽ എന്താണെന്ന് അറിയില്ലട്ടെ, എനിക്ക് എപ്പോഴും ദാഹിക്കും. അതുകൊണ്ട് പോണ വഴി ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ഉപ്പ് സോഡ കുടിച്ചിട്ടാണ് പോകുന്നത്. ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം എന്ന് പറയണല്ലോ, ഞാൻ ദേ ഉപ്പ് സോഡ ഊതി ഊതി കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒച്ചപ്പാട് ലഹളയൊക്കെ കേൾക്കുന്നത്. എന്തായാലും വയറ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു സൂചനയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള ഒരു കസർത്ത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചു നേരം മുടി അഴിച്ചിട്ട് നോക്കും, അഴിച്ചിടാണ്ട് നോക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറയാം എന്താണ് എനിക്ക് ചേരുന്നത്. അപ്പൊ നോക്കിയ ബൈ.